എല്ലാ ഷാലോൺ ടി വി പ്രേക്ഷകർക്കും സർഗോത്സവത്തിലേക്ക് സ്വാഗതം. സേക്രഡ് ഹാർട്ട് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ കയ്യൂന്നി അവതരിപ്പിക്കുന്ന പരിപാടികൾ തുടരുന്നു. ദേവപുത്രന് വഴിയൊരുക്കാൻ വന്ന ധീരനും ശക്തനുമായ പ്രവാചകനായിരുന്നു സ്നാപക യോഹന്നാൻ. ആ പ്രവാചകൻ്റെ ജീവിതത്തെയും ധീര രക്തസാക്ഷിത്വത്തെയും കുറിച്ച് നമ്മെ അനുസ്മരിപ്പിക്കുന്ന ഒരു മനോഹര നൃത്തം ഇതാ നമുക്ക് മുൻപിൽ. സദ്ഗമയ ജ്യോതിർഗമയ അമൃതം ഗമയ സർവചരാചര ചൈതന്യമേ നാദതാളസ്വരലയമായി നമിപ്പൂ ഞങ്ങൾ. ജോർദാൻ നദീ തീരമേ തിരപാടും യൂദായിൻ കുളിർത്തീരമേ, ജോർദാൻ നദീ തീരമേ തിരപാടും യൂദായിൻ കുളിർത്തീരമേ. കരിമിഴി പോലൊരാ തിരമിഴിച്ചേലുമായി, കരിമിഴി പോലൊരാ തിരമിഴിച്ചേലുമായി ഒഴുകിവരും തഴുകിവരും ഒഴുകിവരും തഴുകിവരും അഴകൊഴുകും തിരപുണരും പുണ്യ ജോർദാൻ നദീ തീരമേ യൂദായിൻ കുളിർ തീരമേ. നദീതീരത്തായി വന്നൊരു താപസൻ തേജസ്വരൂപിയായി, പാപമാർഗങ്ങളിൽ മേയും ജനത്തിനായി മോക്ഷമാർഗങ്ങൾ തുറക്കാൻ ആ ജനമധ്യേ വിരൽ ചൂണ്ടി നിന്നയാൾ യേശുവിൻ വഴിയൊരുക്കി. സ്നാപക യോഹന്നാൻ
തലയറ്റു വീഴും. ദൈവകോപം നിശ്ചയം, കർമ്മപാപം ശിക്ഷകം, മാനസാന്തരം രക്ഷകം, ദൈവരാജ്യം മാഗതം. മാനസാന്തരം രക്ഷകം, ദൈവരാജ്യം മാഗതം. ഹേറോദിയാസിൻ കൊട്ടാരം, ധർമ്മം മരിച്ചൊരു കൊട്ടാരം. ഗർവിഷ്ഠകാരൻ ഹേറോദെ സ്വന്തം സോദര ഭാര്യയെ സ്വന്തമാക്കി. ഹേറോദ്യ കൊട്ടാര റാണിയായി. സ്നാപകൻ ശാസിച്ചു, ഹേറോദ്യ കലികൊണ്ടു. യോഹന്നാൻ രാജാവിൻ തടവിലായി. നൃത്തമൊത്തിരി ഇഷ്ടമാകവെ ഹെരോദേസിന് ആശയായി ഇഷ്ടമുള്ളത് നൽകിടാൻ. യോഹന്നാന്റെ തലമതി. സ്നാപകൻ തൻ ശിരസിതാ താലമുള്ളിൽ ധീരമായി മണ്ണിലെന്നും നിൽപ്പിതാ നിർഭയത്തിൻ സാക്ഷ്യമായി. ദൈവസ്നേഹം നിശ്ചയം, കർമ്മപാപം ശിക്ഷകം, മാനസാന്തരം രക്ഷകം, ദൈവരാജ്യം മാഗതം. മാനസാന്തരം രക്ഷകം, ദൈവരാജ്യം മാഗതം. മാനസാന്തരം രക്ഷകം, ദൈവരാജ്യം മാഗതം. കലാരൂപം അതേതായാലും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതാണെങ്കിൽ അവ കാണുക എന്നത് ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഇതാ നമുക്ക് മുൻപിൽ ചില കുരുന്നുകൂട്ടുകാർ. Saudade, por amor da faixa me luzi, eu fico saudade. Fazer a sentinela me luzi, leva
pistache. Rapariga vem me luzir, não se pode nascer. Rapariga vem me luzir, não se pode nascer. Como a pera verde me luzir, não se pode comer. Como a pera verde me luzir, não se pode comer. Ai, luzir, luzir, me luzir, não cuspi no chão. Ai, luzir, luzir, me luzir, não cuspi no chão. Cuspir no meu peito, me luzir, rega e coração. Cuspir no meu peito, me luzir, rega e coração. Ai, Maria Pitache, oh 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 Maria Pitache. Voices, Maria Pitache, oh Maria Pitache, oh Maria Pitache, oh Maria Pitache. Everybody, Maria Pitache, oh 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 Maria Pitache. Maria Pitache, oh Maria Pitache, oh Maria Pitache, oh Maria Pitache. Last time, oh Maria Pitache, oh Maria Pitache, oh Maria Pitache. യേശുവിൻ്റെ സ്നേഹിതനായ ലാസറിൻ്റെ മരണത്തിൽ അദ്ദേഹം ഏറെ ദുഃഖിച്ചിരുന്നു. ദൈവത്തിൻ്റെ കാരുണ്യത്തെ വെളിപ്പെടുത്താനെത്തിയ അദ്ദേഹം ലാസറിനെ ഉയർപ്പിച്ചതിനെ ഒരു കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഈ കൊച്ചുകൂട്ടുകാരി. സഹൃദയരെ, നിങ്ങൾക്ക് വന്ദനം. ഏകുന്നു നൂറ് നൂറഭിവാദ്യങ്ങൾ എന്നെ ശ്രവിക്കുന്ന ശ്രോതാക്കളെ. ഏറെ കഴിവില്ല, ശ്രേഷ്ഠയുമല്ല ഞാൻ, സദയം ക്ഷമിച്ചെന്നെ കേട്ടിടേണേ. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൻ്റെ ചെപ്പിൽ ഒളിപ്പിച്ച് ഒരുവൾ കാത്തു സൂക്ഷിച്ച പ്രിയപ്പെട്ട സ്നേഹിതൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ് ഈ കഥാപ്രസംഗത്തിൻ്റെ ഉള്ളടക്കം. നിങ്ങളുടെ ചിന്താവിഷയങ്ങളെ ഈ കലോപാസകയുടെ കൈത്തലങ്ങളാൽ തട്ടി ഉണർത്തുവാൻ കഴിഞ്ഞാൽ എൻ്റെ എളിയ ശ്രമം സഫലമായി. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഈ കൊച്ചു കഥാപ്രസംഗത്തിൻ്റെ പേരാണ് സ്നേഹിത നിനക്ക് വേണ്ടി. ആരെയുമെന്നും ആവേശം കൊള്ളിക്കും സ്നേഹത്തിൻ കഥ ഇതു കേട്ടുകൊള്ളൂ. യേശുവിൻ ഹൃദയത്തിൻ ഭാവമാണീ കഥ, ബൈബിളിൽ നിന്നും എടുത്തതാണേ. അതേ സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ പുനർജനിക്കുന്നതാണ് ഈ സംഭവം. സ്നേഹത്തിന്റെ വർണ്ണപ്പുലമയിൽ വാചാലമാകുന്നതാണ് ഈ കഥ. സ്നേഹിതരെ, അത് അങ്ങോട്ട് നോക്കൂ. ആ കാണുന്നതാണ് ജെറുസലേം പട്ടണം. അവിടെ നിന്നും വെറും 15 സ്ഥാദിയോൻ മാത്രം ദൂരത്തായി ഒരു കൊച്ചു ഗ്രാമം കാണുന്നില്ലേ? അതാണ് ബെഥാനിയ. ആ കൊച്ചു ഗ്രാമത്തിലാണ് നമ്മുടെ കഥാനായികയുടെ വീട്. ജെറുസലേമിലേക്കുള്ള യാത്രകൾക്കിടയിൽ യേശുവിൻ്റെ ഇടത്താവളമായിരുന്നു ആ വീട്. മാത്രവുമല്ല, ആ വീട്ടിലെ ഓരോ അംഗവും അവന് പ്രിയപ്പെട്ടവരുമായിരുന്നു. വഴിവക്കിലുള്ള കൊച്ചു വീട്ടിൽ ഈശോയണയുന്ന നാളുകളിൽ മർത്ത മറിയം ലാസറുമേ
ആനന്ദ ചിത്തരായി തീർന്നിടുമേ. മർത്ത മറിയം ലാസറുമേ ആനന്ദ ചിത്തരായി തീർന്നിടുമേ. അതേ സഹോദരങ്ങളെ, അവൻ്റെ വരവിനായി അവർ കാത്തിരിക്കുമായിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടാൽ പിന്നെ മർത്തയ്ക്ക് വിശ്രമമേയില്ല. അവൻ ഇഷ്ടപ്പെട്ട പലഹാരങ്ങളും പഴവർഗ്ഗങ്ങളും ഒരുക്കുവാനുള്ള വ്യഗ്രതയിൽ ഓടി നടക്കുകയും അവൾ. എന്നാൽ നമ്മുടെ കഥാനായികയ്ക്കാവട്ടെ യാതൊരു വ്യഗ്രതയും ഉണ്ടാവില്ല. ഈയിടെയായി അവളുടെ മനസ്സിലെപ്പോഴും അവനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. ചിലപ്പോഴെങ്കിലും ആ മുഖം ധ്യാനിച്ച് പരിസരം മറന്നവൾ നിൽക്കുന്നത് ലാസറിൻ്റെയും മർത്തയുടെയും ശ്രദ്ധയിൽപ്പെടാറുണ്ടായിരുന്നു. ലാസറിനാകട്ടെ ആ കാഴ്ച സന്തോഷദായകമായിരുന്നു. എന്നാൽ ചേച്ചി മർത്തയ്ക്കോ അത് കൂടുതൽ അസ്വസ്ഥതയ്ക്ക് കാരണമായി. എന്തുകൊണ്ടെന്നോ, തൻ്റെ ബലഹീനതയാൽ എത്ര പേരുകൾ വീഴിച്ചിരിക്കുന്നു. ഒരു പക്ഷേ പരമപരിശുദ്ധനായ ഈ കുടുംബത്തിൻ്റെ സുഹൃത്തായ ഇവൻ്റെ മുമ്പിലും ഇവൾ ഇടറിയാലോ. എന്നാൽ തൻ്റെ സുഹൃത്തിൻ്റെ ദൈവീകതയും തൻ്റെ കുഞ്ഞു പെങ്ങളുടെ ഹൃദയ പരിവർത്തനത്തിൻ്റെ ആഴവും നന്നായി മനസ്സിലാക്കിയ ആ നല്ല ജ്യേഷ്ഠൻ അവൾക്ക് എന്നും ആശ്വാസമായിരുന്നു. എന്നാൽ ആ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല. കാലങ്ങൾ വേഗം കടന്നു പോയി. ആ നല്ല സോദരൻ രോഗിയായി. സോദരിമാരേറ്റ മാർത്തരായി. ഗുരുവിൻ വരവിനായാളയച്ചു. ആ ദിവസങ്ങളിൽ അവൻ ജോർദാന്റെ മറുകരയിലുണ്ടായിരുന്നു. അവൻ ലാസറിനെയും മർത്തയെയും അവളുടെ സഹോദരി മറിയത്തെയും ഒരുപാട് സ്നേഹിച്ചിരുന്നു. എങ്കിലും ലാസർ രോഗിയാണെന്ന് കേട്ടിട്ടും താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി അവൻ ചെലവഴിച്ചു. എന്തുകൊണ്ടെന്നോ, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല എന്നവൻ അറിഞ്ഞിരുന്നു. 2 ദിവസം കഴിഞ്ഞ് അവൻ ശിഷ്യരോടൊപ്പം ബെഥാനിയയിലേക്ക് യാത്രയായി. ജെറുസലേമിന് അടുത്തെത്തിയപ്പോൾ ആളുകൾ കൂട്ടം കൂട്ടമായി നടന്നു പോകുന്നത് അവൻ കണ്ടു. അവരുടെ സംസാര വിഷയം മറ്റൊന്നുമായിരുന്നില്ല, ലാസറിന്റെ മരണത്തെക്കുറിച്ചായിരുന്നു. പാവം സഹോദരിമാർ, അവർ നസ്രായന്റെ വരവിനായി ആളയച്ചതാ. അവരുടെ അവസാന പ്രതീക്ഷ അവനിലായിരുന്നു. എന്നിട്ടും അവൻ വന്നില്ല. കഠിനം തന്നെ. ഇത് പറഞ്ഞവർ തിരിഞ്ഞു നോക്കിയത് നസ്രായന്റെ മുഖത്തേക്കായിരുന്നു. ശിഷ്യരോടൊപ്പം തേജരൂപൻ ശാന്തനായി സാന്ത്വന ദീപമായി. കണ്ടവർ വേഗമോടി കാര്യമറിയിച്ച കൊച്ചു വീട്ടിൽ. അതാ ആരോ ഓടിക്കിതിച്ചു വരുന്നു. മർത്ത കണ്ണുനീർ തുടച്ച് സൂക്ഷിച്ചു നോക്കി. അയൽപക്കത്തെ സാമൂലായിരുന്നു അത്. മർത്ത, മർത്ത, യേശു വരുന്നുണ്ട്, അവൻ അടുത്തെത്തിയിരിക്കുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി മർത്ത പുറത്തേക്കോടി. അവനെ കണ്ടതേ അവൾ അവൻ്റെ പാദങ്ങളിൽ വീണ് പൊട്ടിക്കരഞ്ഞു. നാഥാ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ചേട്ടൻ മരിക്കുകയില്ലായിരുന്നു. അവൻ അവളെ ആശ്വസിപ്പിച്ചു. മറിയം, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം പ്രാപിക്കും. നിന്റെ ജ്യേഷ്ഠൻ ഉയർത്തെഴുന്നേൽക്കും. നീ ഇത് വിശ്വസിക്കുന്നുവോ? ആട്ടെ, എവിടെ മറിയം? അവളെ വിളിക്കൂ. ഇത് കേട്ടതേ മർത്ത മറിയത്തെയും കൂട്ടിക്കൊണ്ട് ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നു. ഗുരുവിനെ കണ്ടതേ മറിയം അവൻ്റെ പാദങ്ങളിൽ വീണു. അവൻ വിളിച്ചു, മറിയം. ആ വിളി കേട്ട മാതൃയിൽ അവൾ കണ്ണുനീർ തുടച്ച് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ കരയുകയായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ നിന്നും ഒരു കണ്ണുനീർ മുത്ത് ഉതിർന്നു വീണ് മറിയത്തിൻ്റെ നെറ്റിത്തടത്തിൽ ചിന്നിച്ചിതറി. ശിഷ്യന്മാർ പരസ്പരം നോക്കി. അവിടെ കൂടിയിരുന്നവർ ശ്വാസമടക്കി പറഞ്ഞു, നോക്കൂ, എത്രയധികം ഇവനിവരെ സ്നേഹിച്ചിരുന്നു. ആശങ്ക പൂണ്ടവർ നിന്നിടവേ നാഥനിൽ നിന്നൊരു വാക്കു വന്നു. അവനെ അടക്കിയതെവിടെയാണ്? കല്ലറ ചൂണ്ടി അവൾ പറഞ്ഞു. അതാ അവിടെയാണ് കല്ലറ. ഒരക്ഷരം പോലും ഉരിയാടാതെ അവൻ ശവകുടീരത്തെങ്കിലേക്ക് നടന്നു. കൂടെ ഒരു പറ്റം ആളുകളും. എല്ലാവരുടെയും മനസ്സിൽ 1000 ചോദ്യങ്ങളുയർന്നു. എല്ലാ കണ്ണുകളും അവനിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ആ കനത്ത നിശബ്ദതയ്ക്ക് വിരാമം വിട്ടുകൊണ്ട് അവൻ അവിടെ കൂടിയിരുന്നവരോടായി പറഞ്ഞു, ആ കല്ലെടുത്തു മാറ്റുവിൻ. അവർ ആ കല്ലെടുത്തു മാറ്റി.
അപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി പ്രാർത്ഥിച്ചു. എന്നുമൻ പ്രാർത്ഥന കേൾക്കും താതാ, എന്നുള്ളമെന്നും അറിയും താതാ, അങ്ങാരാണിന്നീ ജനമറിയാൻ പ്രാർത്ഥിക്കുന്നീ പുത്രനാശയോടെ. എന്നിട്ട് അവൻ വിളിച്ചു, ലാസറേ പുറത്തു വരിക. ആ ഗംഭീര ശബ്ദത്തിന്റെ മാറ്റുരയിൽ കല്ലറ കുലുങ്ങി. ലാസറതാ മന്ദം മന്ദം പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ആ കുടുംബാംഗങ്ങളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഒപ്പം ബെഥാനിയ ഗ്രാമം മുഴുവനും ആനന്ദ ചിത്തരായി ദൈവത്തെ സ്തുതിച്ചു. ലാസർ ആകട്ടെ അവന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. യാത്ര പറഞ്ഞിറങ്ങവേ മറിയം അവനെ തടഞ്ഞു. ഗുരു, പോകരുതേ, ഇന്ന് ഞങ്ങളോടൊപ്പം ഇവിടെ വസിക്കണം. എന്നാൽ അവരുടെ ക്ഷണം സ്നേഹപൂർവ്വം നിരസിച്ചുകൊണ്ട് അവൻ പടികളിറങ്ങി. കണ്ണിമയ്ക്കാതവർ കാരുണ്യരൂപനെ കൺമറയും വരെ നോക്കി നിന്നു. വീണ്ടും ആ ജീവിതം പൂത്തു തളിർക്കവേ നാഥനായവരെന്നും കാത്തിരുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്. ഒത്തിരി പെൺകുഞ്ഞുങ്ങൾ പല വിധത്തിൽ നശിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഓരോ ജീവനും ദൈവദാനമാണ്, വിശുദ്ധമാണ്, അമൂല്യമാണ്, സംരക്ഷിക്കപ്പെടേണ്ടവയാണ് എന്ന് പ്രഘോഷിക്കുന്ന ഒരു നൃത്തമിതാ നമുക്ക് മുൻപിൽ. सबने मेरी तकदीर का फैसला सुना दिया। माँ, मुझे जी लेने दो। अपनी कसम, मैं आपको कभी तंग नहीं करूंगी। माँ, मेरी स्कूल फीस की चिंता मत करना। मैं भैया की किताबों से अपने आप ही पढ़ लिख जाऊंगी। और हाँ, पापा से कहना मेरे दहेज की चिंता ना करे। मैं आपके साथ रहकर आपके बुढ़ापे का सहारा बनूंगी। अगर फिर भी आपको लगता है कि मैं आप पर बोझ बनूंगी, तो आप इस ऑपरेशन पर भी खर्चा मत करना। मैं ही भगवान जी से कह दूंगी कि मेरी माँ मेरा मरा मुंह देखिए। लंबी डगर है पर हिम्मत है संग, पाँव पे छाले हैं सांसें बुलंद, लड़ने चली हूँ आजादी की जंग। बेखौफ आजाद है जीना मुझे, बेखौफ आजाद है रहना मुझे, बेखौफ आजाद है जीना मुझे, बेखौफ आजाद है रहना मुझे। छोटे जिस्म पर मरहम उमंग, लाश नहीं हूँ मन जिंदा पतंग, दिल में उम्मीदें और खुशियों के रंग, हर आंसू बनेगा एक नई तरंग। हाँ, बेखौफ आजाद है बहना मुझे, बेखौफ आजाद है रहना मुझे, बेखौफ आजाद है बहना मुझे, बेखौफ आजाद है रहना मुझे। दीवारें ऊंची है गलियां हैं तंग, लंबी डगर है पर हिम्मत
एहसासें बुलंद लड़ने चली हूँ आजादी की जंग बेखौफ आजाद है जीना मुझे बेखौफ आजाद है रहना मुझे बेखौफ आजाद है जीना मुझे बेखौफ आजाद है रहना मुझे ഇന്നത്തെ സർഗോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. സേക്രഡ് ഹാർട്സിൻ്റെ കൂടുതൽ പരിപാടികൾ കാണാം അടുത്തയാഴ്ച.